ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ RRB ALP 2025 ആപ്ലിക്കേഷൻ ലൈവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും അറിയാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഏത് സോണിൽ വയ്ക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്നുള്ളതല്ലേ. ഏറ്റവും കൂടുതൽ സോണിൽ വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളത് ഏത് സോണിൽ വെച്ചാലെന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും മനസ്സിലുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയറൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് RRB ALP 2025 വിച്ച് സോൺ ടു പ്രിഫർ എന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ ആണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, ഇതെല്ലാം മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് മാത്രമേ എക്സാമിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരിക്കൽ നമ്മൾ ഈ ഒരു കാര്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാനുള്ള ഒരു അവസരമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഫ്യൂച്ചറാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത് ഏത് സോണിൽ പ്രിഫർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു കൺവീനിയൻസിൽ ഒന്നും വയ്ക്കാണ്ട് എല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ആസ് പെർ ദ RRB ALP നോട്ടിഫിക്കേഷൻ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ടോട്ടൽ വാക്കൻസീസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9000 പ്ലസ് വാക്കൻസീസ് ആണ് തന്നിട്ടുള്ളത്. 9970 വാക്കൻസീസ് ആണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, പ്രീവിയസ് ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ 2024 വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 18,000 പ്ലസ് 796 വാക്കൻസീസ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും 18,000 ഒരു വാക്കൻസി രണ്ടാമത് അവർ എന്ത് ചെയ്തതാണ്, റീ അഡീഷൻ കൊടുത്തിട്ട് ചെയ്ത് വന്നതാണ്. ആദ്യം ഉണ്ടായിരുന്നത് ഏകദേശം 5000 പുറത്ത് വാക്കൻസീസേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം 5000 ഉണ്ടായിരുന്നതാണ്, പിന്നെ എന്ത് ചെയ്തത്, ഇൻക്രീസ് ചെയ്ത് 18,000 എന്ന് പറഞ്ഞൊരു വാക്കൻസിയിലേക്ക് ഒരു ചേഞ്ച് വന്നത് നമുക്കറിയില്ല. ഇപ്പം നമുക്ക് നിയർ ബൈ ഒരു 10,000 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും ചേഞ്ച് വരുമോ ഇല്ലേന്നൊന്നും നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ എന്താണ്, റെയിൽവേ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്കറിയാം, ടോട്ടൽ നമുക്ക് 21 RRBs ആണുള്ളത് അല്ലേ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളാണുള്ളത്. ആ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഇത്ര സോൺ റെയിൽവേസ് ആണ് വിളിക്കാറ് അല്ലേ. സോണൽ റെയിൽവേസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അതെന്ന് പറഞ്ഞാൽ 19 സോണൽ റെയിൽവേസ് ആണുള്ളത്. ഇത്തവണ നമുക്ക് 21 RRBന്ന് നോട്ടിഫിക്കേഷൻ വന്നില്ല, 20 RRB ആണ് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവരെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ അവർ അവോയ്ഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വാക്കൻസി വിളിക്കാൻ പറ്റാത്തത് ഏത് സ്ഥലത്തു നിന്നാണ്? സൗത്ത് വെസ്റ്റേൺ ആണ്. സൗത്ത് വെസ്റ്റേൺ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ബാംഗ്ലൂരു ആണ് അല്ലേ. ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇത്തവണ വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് അത്യാവശ്യം നല്ല വാക്കൻസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്തു, ബാംഗ്ലൂര് വയ്ക്കുകയും ചെയ്തു. പക്ഷെ അതെന്ത് സംഭവിച്ചു, നമുക്ക് കട്ട് ഓഫ് അത്രത്തോളം ഉയർന്ന് വന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതെന്താണ്, ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. ഇപ്പോഴേ മനസ്സിലാക്കി നമ്മൾ കട്ട് ഓഫ് എവിടെ കൂടുതൽ വരും, എവിടെയാണ് വാക്കൻസി ഉള്ളത് എന്നൊക്കെ കൃത്യമായി അനലൈസ് ചെയ്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവൂ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു സോണിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ സോൺ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വെക്കുക. കാരണം പിന്നെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. കറക്ഷൻ ഡേറ്റിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ചേഞ്ചിങ് അവസരം വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാക്കൻസീസ് രണ്ടാമത് ഇൻക്രീസ് ചെയ്തതുകൊണ്ടാണ് അവരെന്ത് ചെയ്യാൻ വേണമെങ്കിൽ സോൺ മാറ്റാം എന്നുള്ളൊരു പ്രിഫറൻസ് വെച്ചത്. അല്ലാതെ നോർമലി എന്ത് ചെയ്തില്ല, റെയിൽവേ സോണ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം ഒരിക്കലും തരത്തില്ല. അത് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വയ്ക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും തരുന്നത് കേട്ടോ. അപ്പോൾ ഒരു സോണിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളാം. ഇത്തവണ നമുക്ക് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലാണ് ഏകദേശം നല്ല വാക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. 1461 വാക്കൻസി വിളിക്കുന്ന ഈസ്റ്റ് ഭാഗത്തേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. നോർത്ത് സൗത്ത് ഒന്നും അല്ല വിളിച്ചിരിക്കുന്നത്, ഈസ്റ്റ് ഭാഗത്തേക്കാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 989 വാക്കൻസി വിളിക്കുന്നത് എവിടെയാണ്, ഈ പറയുന്ന പോലെ എത്രയാണ്, സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്കാണ് കേട്ടോ. സൗത്ത് സെൻട്രൽ റെയിൽവേക്കാണ് 9089 വാക്കൻസി വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേയും ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലാണ് അത്യാവശ്യം വേക്കൻസി വിളിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും നമുക്ക് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് കാസ്റ്റ് കാറ്റഗറി ആണെന്ന് ആദ്യം മനസ്സിലാക്കിക്കോണം. എങ്ങനെയാണ് വാക്കൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ പറയുകയാണെങ്കിൽ സോൺ വൈസ് വാക്കൻസീസ് ഉണ്ട്, അതുപോലെ തന്നെ URനുണ്ട്, SC ST OBC EWS എക്സ് സർവീസ്മാന് പ്രത്യേകം തന്നെ വാക്കൻസി കൊടുത്തിട്ടുണ്ട്. 1004 വാക്കൻസി എക്സ് സർവീസ്മാന് മാത്രമായിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെ കാസ്റ്റിനാണെന്നുള്ളതെന്ന് മനസ്സിലാക്കണം. UR കാറ്റഗറിക്ക് ഒന്നും നോക്കാനില്ല. ബാക്കിയുള്ള കാസ്റ്റുകാർ അവരുടെ കാസ്റ്റ് പ്രിഫറൻസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തോണം. എവിടെയാണ് നിങ്ങൾക്ക് വാക്കൻസി കൂടുതലെന്ന് നിങ്ങൾ ആദ്യമേ റിയലൈസ് ചെയ്തോണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇത്രയും കൂടിക്കിടക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ, നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. വിച്ച് റെയിൽവേ സോൺ ടു ചൂസ് എന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാക്കൻസിയാണ് അല്ലേ. ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വാക്കൻസിയാണ്. എവിടെയാണ് നല്ല വാക്കൻസി വന്നത് അവിടെ കൊടുക്കണമെന്നാണോ?
അവിടെ കൊടുക്കണമെന്നല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ പറയും, വാക്കൻസി കൂടിയെടുത്ത് കൊടുക്കണമെന്ന് പറയും. പക്ഷെ നമ്മൾ അങ്ങനെ വാക്കൻസി കൂടിയെടുത്ത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? എല്ലാ പേരും അവിടെ തന്നെ കൊടുക്കും. ഇപ്പോൾ അത്യാവശ്യം 1000+ വാക്കൻസി എവിടെയെങ്കിലും വിളിച്ചെന്ന് വിചാരിച്ചു, 1600 വാക്കൻസി എവിടെയെങ്കിലും വിളിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് എന്താ? ടോപ്പ് മോസ്റ്റ് ഇത്രയും RRBസിൽ ഈ ഒരു സോണിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്രയും വാക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചാടി വീണ് എന്ത് ചെയ്യും? അങ്ങോട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും. ആ ഒരു തെറ്റ് ഇനിയെങ്കിലും വരുത്താതിരിക്കുക. കാരണം നമുക്ക് അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടാവണം, ഞാൻ നന്നായിട്ട് പഠിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വയ്ക്കാവൂ. കാരണം അത്രയും നല്ല കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നതും, ഇപ്പോൾ സോൺ വൈസ് എടുത്ത് നോക്കിയാൽ ആദ്യം ഫസ്റ്റ് നിൽക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നതും നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് കുറഞ്ഞ വാക്കൻസി ഉള്ളതും ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വാക്കൻസി ഉള്ളതും നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക. അതാണ് വാക്കൻസിയുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നത് വർക്ക് പ്രിഫറൻസ് ആണ്. വർക്ക് പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, റെയിൽവേ എന്ന് പറയുന്നത് അത്ര നല്ല ഇത്രയും പറയാറുണ്ടല്ലേ, സാലറി വൈസ് ആയാലും ജോബ് വൈസ് ആയാലും നല്ല ജോലിയാണെന്നൊക്കെ പറയുന്നതിൽ അതിനും അതിൻ്റെതായ കുറേ റിസ്ക് ഫാക്ടേഴ്സും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ അല്ലേ. അപ്പം അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വച്ചിട്ട് അപ്ലൈ ചെയ്യാവൂ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ നമ്മൾ തലയിലെടുത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന എന്തിനാണെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. സാലറി ശരി തന്നെയാണ്, സാലറിയാണ് നമ്മളെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പക്ഷേ അതിന് പുറമെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ഹോം സ്റ്റേറ്റിൽ നിൽക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് പ്രോക്സിമിറ്റിയിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടി എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊക്കെ തന്നെയാണ് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിഫറൻസ് എവിടെ കൊടുക്കണം, നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ കൊടുക്കണം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെയാണ്, നമ്മളിപ്പോൾ സദേൺ റെയിൽവേ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്നി ട്രിവാൻഡ്രം ആയിരിക്കും, അല്ലെങ്കിൽ ചെന്നൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സോൺ വയ്ക്കണോ വേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് കിടക്കേണ്ടത് എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് സ്ഥലമാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് അർബൻ അല്ലെങ്കിൽ റിമോട്ട് പോസ്റ്റിംഗ്. പിന്നെ കുറേ പേർക്കുണ്ട്, എനിക്കിപ്പോൾ സാലറിയാണ് എനിക്ക് പ്രധാനം, എനിക്ക് വേറെ ഒന്നും നോക്കണ്ട, എനിക്ക് ഫാമിലിയൊന്നും എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എനിക്ക് ദൂരെ പോയാൽ മതി, എനിക്ക് ഏതെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടിയാൽ മതി എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അർബൻ സ്ഥലത്ത് വേണോ നിങ്ങൾക്ക് റിമോട്ട് സ്ഥലത്ത് വേണോ എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ദൂരോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമോട്ട് പ്ലേസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഇച്ചിരി കാടിൻ്റെ അകത്തൂടെ ഇച്ചിരി മൗണ്ടേനിയസ് ആയിട്ടുള്ള ഏരിയസിലൂടെയൊക്കെ ആയിരിക്കും എന്ത് പോകുന്നത്, ട്രെയിന് പോകുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ജോലി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ജോലി ചെയ്യുമ്പോൾ ഇച്ചിരി റിമോട്ട് ഏരിയാസിൽ കൂടെ, ആരും ഇല്ലാത്ത ഇടങ്ങളിൽ കൂടെ പോകുന്നതാണോ ഇഷ്ടം, അതോ കുറച്ച് സിറ്റി ഏരിയാസ് ബേസ് ചെയ്തിട്ടുള്ള ഏരിയാസിലാണോ പോകാൻ താല്പര്യം എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, മൈൻഡിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അർബൻ സിറ്റി ഏരിയാസിലുള്ള നമ്മുടെ റെയിൽവേ സോൺസും ഉണ്ട്. അതായത് മുംബൈ, ഡൽഹി, ഈ പറയുന്ന പോലെ ഗുജറാത്തിലെ കുറച്ച് ഏരിയാസ്, ഇതൊക്കെ എന്താണ് നമുക്ക് കുറച്ചും കൂടെ ഫോർവേഡഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഈവൻ ചെന്നൈയൊക്കെ എന്താണ് നമുക്ക് അർബൻ ഏരിയാസ് എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം. കൊൽക്കത്തയൊക്കെ നമുക്ക് അർബൻ ഏരിയാസ് എന്ന് പറയാം. അല്ലാണ്ട് നമുക്ക് വരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, ഭുവനേശ്വർ, ഗുവാഹട്ടി, ആസാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ. ഇതൊക്കെ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ട് ഏരിയാസ് ആണ്. അവർ അത്രയും സെക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയാസിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, നിങ്ങളുടെ കോൺസെപ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് വർക്ക് ലോഡ്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ചില സ്ഥലങ്ങളിൽ നിങ്ങളിപ്പോൾ റിമോട്ട് ഏരിയസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ ഷിഫ്റ്റ് അനുസരിച്ച് മാറാൻ ആൾക്കാരുണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ അർബൻ സിറ്റി ഏരിയാസിലൊക്കെ ആണെങ്കിൽ XYZ എന്ന് പറയുന്ന സിറ്റീസായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റീസിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു മാറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ വർക്ക് ലോഡ്, ഒരു പ്രഷർ ഉണ്ടല്ലേ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ. നിങ്ങൾക്ക് ഈ ഷിഫ്റ്റ് അനുസരിച്ചായിരിക്കും ഡ്യൂട്ടീസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റിന് നിങ്ങളെ സഹായിക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വർക്ക് ലോഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്രയും പാസഞ്ചേഴ്സിനെ കൊണ്ട് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട ആവശ്യം വരുമല്ലേ. ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ്, ട്രാവൽ അലവൻസ് ആണ് ALPയിൽ കൂടുതലെന്ന് പറഞ്ഞ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് ആ ലൈഫ് അങ്ങ് കുളവാക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഒരുപാട് പ്രിഫറൻസ് കൊടുത്ത് മുന്നോട്ട് പോവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോഴെന്ത് ചെയ്യണം, മൈൻഡിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വർക്ക് ലോഡ് എവിടെയാണെന്ന് മനസ്സിലാക്കി, വർക്ക് ലോഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, കുഴപ്പമില്ല, ഏത് വർക്കായാലും ഞാൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂ ഇല്ല. പക്ഷെ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം.
നിങ്ങൾ ഈ ഒരു സമയത്ത് ഇത്രയും പാസഞ്ചേഴ്സിനെ കൊണ്ട് ഒരുപാട് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യാനുള്ളതാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു പ്രഷറിലേക്ക് ഇറങ്ങി തിരിക്കുക. പിന്നെ എന്താണ് ലാംഗ്വേജ്, നിങ്ങളിപ്പോൾ നോർത്തിലൊക്കെയാണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു ബുദ്ധിമുട്ടല്ലേ. ഇത്രയും റിമോട്ട് ഏരിയാസിലൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കടയിൽ ചെന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു പ്രോപ്പർലി ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഫാമിലി ഒന്നും അടുത്തില്ലാണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടെങ്കിലും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബുദ്ധിമുട്ട്, ലാംഗ്വേജിൻ്റെ ബാരിയർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ വർക്ക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ. വർക്ക് പ്രിഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു മാറ്റേഴ്സ് നിങ്ങളുടെ കയ്യിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. വർക്ക് ലോഡ്, ലാംഗ്വേജ്, അർബൻ അല്ലെങ്കിൽ റിമോട്ട് പൊസിഷൻ ആണോ, ഹോം സ്റ്റേറ്റിൽ തന്നെയാണോ ജോലി ചെയ്യേണ്ടത്, പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ എല്ലാവരും മുംബൈയിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ ഡൽഹിയിലാണ് താല്പര്യം എന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് അവിടെ പോയി നിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ കോസ്റ്റ് ഓഫ് ലിവിങ് ഉണ്ട്. ഈ XYZ സിറ്റീസിലൊക്കെ താമസിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്താണ് ഒരുപാടാണ്. അവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കണ്ടീഷനാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെ വയ്ക്കുന്നതാണ് ബെറ്റർ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വർക്ക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ. എന്തനുസരിച്ചാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ലോവർ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കട്ട് ഓഫ്. ഇത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. വേക്കൻസി കൂടുതലുള്ള ഒരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, ഹയർ എന്താണ് കോമ്പറ്റീഷനും ആയിരിക്കും, അവിടെ അത്യാവശ്യം നല്ല കട്ട് ഓഫും കയറി വരുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതെന്താണ്, ഇനി നിങ്ങൾക്ക് ലോവർ കോമ്പറ്റീഷൻ ആണോ അല്ലെങ്കിൽ കട്ട് ഓഫ് കുറഞ്ഞ ഒരു സ്ഥലത്താണോ വേണ്ടതെന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് എന്താണ്, കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് ഏത് കരിയർ സെറ്റ് ചെയ്താലാണ് നിങ്ങളിപ്പം എന്താണ്, ഇപ്പം നിങ്ങൾ ഈ ഒരു ജോലിയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താണ് അപ്പോഴപ്പോഴും ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവിടെ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവണം, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു വർക്കിൽ നിൽക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പോസ്റ്റിലേക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ എത്താനായിട്ട്. അതായത് ഈ പറയുന്ന പോലെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ ഏരിയാസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയാണെങ്കിലും ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അർബൻ സിറ്റി ഏരിയാസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, കരിയർ ഗ്രോത്തിൻ്റെ ചാൻസസ് കൂടുതലായിരിക്കും എന്നുള്ളൊരു പോയിന്റാണ് ഉദ്ദേശിച്ചത്. റിമോട്ട് ഏരിയാസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നിന്നൊക്കെ ട്രാൻസ്ഫർ മേടിച്ച് വരാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു റെയിൽവേ സോൺ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് ബെറ്റർ ഓപ്ഷനായിട്ട് നിങ്ങൾ ഇനി കരുതേണ്ടതെന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വെറും 6 പ്ലേസസ് ആയിരിക്കും. 6 പ്ലേസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 6 പ്ലേസസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടുത്ത് നിൽക്കുന്നത്, ഞാൻ എപ്പോഴും പ്രോക്സിമിറ്റി ആയിട്ടുള്ള ഏരിയാസ് ആണ് എടുക്കാറുള്ളത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിപ്പോൾ നോർത്തിലും വെസ്റ്റിലും അല്ലെങ്കിൽ ഈസ്റ്റേൺ ഏരിയാസിലൊക്കെ ചെന്ന് കിടക്കുമ്പോൾ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു റിസ്ക് ഫാക്ടേഴ്സ് നിങ്ങൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് സ്ഥലത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ അത്യാവശ്യം വേക്കൻസീസ് വന്നതും നമുക്ക് അത്യാവശ്യം പോകാൻ എളുപ്പമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഞാനിവിടെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തവണ വേക്കൻസി വിളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് എവിടെയാണ്, സെക്കന്ദരാബാദിൽ 1500 വേക്കൻസീസ് വന്നു എന്നുള്ളൊരു സത്യമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെക്കന്ദരാബാദിലാണ്. പക്ഷേ ഇത് നമ്മുടെ സദേൺ ഏരിയയിൽ പെടുന്നതായിരുന്നു. നമുക്ക് ഏറ്റവും ഇപ്പോൾ ഇത് ഇച്ചിരി ഒരു 2ോ 3ാമത്തെ സ്ഥാനത്താണ് നിന്നിരുന്നെങ്കിൽ നമുക്ക് വയ്ക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ആണ്, സദേൺ റീജിയൻ തന്നെയല്ലോ. അതുകൊണ്ട് നമുക്ക് വയ്ക്കാൻ ഈസി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സെക്കന്ദരാബാദ് വെച്ചവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവിടെ എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം വേക്കൻസീസ് ഉണ്ടായിരുന്നു, ഇതിനേക്കാളും വേക്കൻസീസ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു സെക്കന്ദരാബാദിൽ. പക്ഷെ അവിടെ എന്ത് ചെയ്തു, കട്ട് ഓഫ് കൂടി തന്നെയാണ് വന്നത്. നിങ്ങൾ അറിയുക, നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 75 മാർക്കിനാണെങ്കിൽ എത്രയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, അവർ 100ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 75ൽ നിങ്ങളിപ്പോൾ ഒരു 60 മാർക്ക് മേടിച്ചാലും 100ലോട്ട് അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ മാർക്ക് മേടിക്കണം. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിൻ്റെ അനാലിസിസ്, നമ്മൾ കട്ട് ഓഫ് അനാലിസിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ 100ലാണെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് മേടിക്കുന്നത് വെച്ചാൽ 60നും ഏകദേശം 70നും ഇടയ്ക്കുള്ള മാർക്ക് നിങ്ങൾ മസ്റ്റായിട്ട് മേടിക്കാൻ നോക്കണം. അത് ഏതൊരു സോണിലേക്കാണ് നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിലും നിങ്ങൾ ഏത് സോൺ വേണോ വെച്ചോ, പക്ഷേ ഈ ഒരു മാർക്ക് റേഞ്ചിൽ നിങ്ങൾ നിൽക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല കോമ്പറ്റീഷനുള്ള സ്ഥലങ്ങൾക്ക്, അതായത് അത്യാവശ്യം കട്ട് ഓഫ് വന്ന സ്ഥലങ്ങൾ, അത്യാവശ്യം വാക്കൻസി ഉണ്ടായിരുന്ന സ്ഥലത്ത് നല്ല കട്ട് ഓഫ് തന്നെ വന്നു. ആ കട്ട് ഓഫ് വന്ന സ്ഥലങ്ങൾക്ക് വന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 67, 68. UR കാറ്റഗറിയുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റേ ST SCക്കൊക്കെ കുറച്ചും കൂടെ കുറയും. എന്നാലും ഞാൻ പറയുന്നത് OBC, നമ്മുടെ OBCയും അതുപോലെ തന്നെ ജനറൽ
കാറ്റഗറിക്കും ഏകദേശം 67, 65, 64, ഈവൻ 61 മാർക്ക് വരെ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള പ്ലേസസിൽ തന്നെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ. 50 വന്നതുകൊണ്ട് നമ്മുടെ ചെന്നൈക്കൊക്കെ 59 ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് വന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു സേഫ് സ്കോർ ആയിട്ട് നമ്മൾ എപ്പോഴും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു പടി മുന്നിൽ എത്താനായിട്ട് നോക്കണം കേട്ടോ. അപ്പം 100ന്റെ കാര്യമാണ് പറഞ്ഞത്, 100ൽ ഒരു 60, 70 എന്നുള്ള ഒരു മാർക്ക് റേഞ്ച് വരണം. കാരണം നമുക്ക് 75 മാർക്കിനാണെങ്കിൽ 100ലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്താണ് മേടിക്കുന്നത്. അതായത് 75-ന് നിങ്ങൾ ഏകദേശം ഒരു 50 എബോ അല്ലെങ്കിൽ 55+ മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. 55+ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത് തന്നെയാണ്, അത് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ടൈമുണ്ട്, ആവശ്യത്തിൽ അധികം നിങ്ങൾക്ക് സമയമുണ്ട്. കാരണം ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്താൽ മതി. ഞാനിവിടെ പറയുന്നത് എന്താണ്, സോണിൻ്റെ കാര്യമാണ്. വാക്കൻസി നമുക്ക് വേറൊരു വീഡിയോയിൽ തന്നെ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി തരാം. എന്തായാലും സെക്കന്ദരാബാദ് എന്ന് പറയുന്നത് 1500 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന പോസ്റ്റാണ്. ഈ സെക്കന്ദരാബാദ് എങ്ങനെയുണ്ട്, സൗത്ത് സെൻട്രൽ റെയിൽവേയിലും ഉണ്ട്, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ എന്ന് പറയുന്നത് 2 ഭാഗമായിട്ടാണ് ഇതിന് ചെയ്യുന്നത്. അതായത് 2ലേക്കും ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ 9000-ൽ പുറത്ത് വാക്കൻസി 9067 വാക്കൻസി വിളിച്ചിട്ടുള്ളത് സൗത്ത് സെൻട്രൽ റെയിൽവേയിലും ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലും 533 വിളിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ റാഞ്ചിയാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്, 1213 വാക്കൻസി. നിങ്ങൾ ഈ സെക്കന്ദരാബാദ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ പറയുന്ന തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക ഈ ഉള്ള എല്ലാ ഏരിയയിലെയും ആൾക്കാർ, ഈവൻ ഇപ്പം നമ്മുടെ ഈ പറയുന്ന കേരളയിലുള്ള ആൾക്കാരായാലും എവിടെ തന്നെ വെക്കും, സെക്കന്ദരാബാദ് ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് വയ്ക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, സെക്കന്ദരാബാദ് വയ്ക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ട് ഓഫ് ആയിരിക്കും സെക്കന്ദരാബാദിന് വരാൻ പോകുന്നത്. അപ്പോൾ ആ സെക്കന്ദരാബാദിന്റെ കട്ട് ഓഫിനൊപ്പം നിങ്ങൾ പഠിച്ചു, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു കട്ട് ഓഫ് റേഞ്ച്, ആ ഒരു റേഞ്ചിൽ നിങ്ങൾ എത്തുമെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ വെച്ചോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഈ പറയുന്ന റാഞ്ചി സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്നതാണ്. പക്ഷെ റാഞ്ചിയുടെ പ്രത്യേകതയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിയർ ബൈ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റാഞ്ചി ഒരു ബെറ്റർ ഓപ്ഷൻ അല്ല. അതുമല്ല റിമോട്ട് ഏരിയാസ് ആണ് റാഞ്ചിയിൽ വരുന്നത്. മാത്രമല്ല ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ തന്നെയാണ്, നമ്മുടെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആ ഒരു ഭാഗങ്ങളാണ് ഇത് ഏത് പറയുന്നത് ഈ റാഞ്ചി കിടന്ന് കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ 578 635 വേക്കൻസി ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ അല്ല. കുറച്ച് റിമോട്ട് ഏരിയാസ് ആണ്, കുറച്ച് കാടിൻ്റെ അകത്തൂടെയൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ട്രാവൽസ് വരുന്നത്. അതുപോലെ തന്നെ ഷിഫ്റ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ ഇല്ല, 1213 വാക്കൻസീസ് അത്യാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ചിലപ്പോൾ പോയാലും എനിക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെക്കാം. സെക്കന്ദരാബാദിനെ പോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് റാഞ്ചി എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളുക. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട URന്റെ വാക്കൻസി, അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ STയുടെ വാക്കൻസി, SCയുടെ വാക്കൻസി, OBC വാക്കൻസി, നമ്മുടെ EWS വാക്കൻസി, ഇത് എക്സ് സർവീസ്മാൻ വാക്കൻസിയാണ്. ഓക്കെ, എക്സ് സർവീസ്മാൻ വാക്കൻസിയാണ്. URന് അവിടെ കണ്ടല്ലോ സെക്കന്ദരാബാദിന് 435 വാക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് മറ്റൊരു കാര്യം നോക്കേണ്ടത് എന്താണ്, വാക്കൻസിയിലൊപ്പം നിങ്ങളുടെ കാസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറി വാക്കൻസി എത്രയെന്നും കൂടെ നിങ്ങൾ നോക്കിപ്പോയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം കോമ്പറ്റീഷൻ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ റാഞ്ചിയിൽ ഇപ്പം നിങ്ങൾക്ക് വരുന്നത് 255 വാക്കൻസിയാണ് URന്റെ സ്ഥാനത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ SCയുടെ കാര്യമാണെങ്കിൽ SCയുടെ കാര്യത്തിൽ കണ്ടു ഇവിടെ 105 വാക്കൻസി വന്നു, ഇവിടെ 80 ഉള്ളൂ. അങ്ങനെയുള്ള സമയത്തൊക്കെ ഇപ്പോൾ SCക്കാർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് മാറി റാഞ്ചിയിൽ വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ആ ഡിഫിക്കൽട്ടി ഫാക്ടേഴ്സ് മനസ്സിലാക്കി തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ കൊൽക്കത്തയാണ് 3ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. കൊൽക്കത്ത എന്ന് പറയുന്നത് 720 വാക്കൻസി. ഇതിന് മുന്നേ ആരുണ്ട്, നമ്മുടെ ഭുവനേശ്വർ എന്ന് പറയുന്ന ഒഡീഷയുടെ പ്ലേസ് ഉണ്ട്. ഞാൻ എടുക്കാത്തതാണ്, കാരണം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ തന്നെ വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡൽഹി, ഭുവനേശ്വർ, ഒഡീഷ എന്നൊക്കെ പറയുന്നത് ഈ നോർത്ത് ഈസ്റ്റേൺ ആയാലും വെക്കാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല അത്യാവശ്യം റിമോട്ടഡ് ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ അതെന്ത് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും വയ്ക്കാവുന്നതാണ്. ഭുവനേശ്വറിന് 800+ വാക്കൻസി ഉണ്ടായിരുന്നു. കൊൽക്കത്തയ്ക്ക് 720 വാക്കൻസിയാണ് വന്നത്. അപ്പോൾ കൊൽക്കത്ത എന്ന് പറയുന്നത് നമുക്ക് സൗത്ത് ഈസ്റ്റേൺ തന്നെയാണ്. ഇതെല്ലാം എന്താണ്, ഏകദേശം സൗത്ത് ഈസ്റ്റേൺ റേഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് സൗത്ത് വെസ്റ്റ് ആയാലും സൗത്ത് നമ്മുടെ നോർത്ത് ആയാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സൗത്ത് ഈസ്റ്റേൺ എന്നുള്ള റേഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കൊൽക്കത്ത വരുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, കൊൽക്കത്ത വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം 262 വേക്കൻസി സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ. ഈസ്റ്റേൺ റെയിൽവേയിൽ 458 ഞാൻ എടുത്തു പറയാം. സൗത്തും കൂടെ കലർന്ന ഈസ്റ്റേൺ റെയിൽവേ ആണെങ്കിൽ നമുക്ക് ഇഷ്യൂ ഇല്ല. സൗത്ത് ഇപ്പോൾ ഇവിടെ കണ്ടു, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, സൗത്ത് സെൻട്രൽ റെയിൽവേ, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. തീരെ അങ്ങ് ഈസ്റ്റേൺ റെയിൽവേ ആവല്ല്, തീരെ അങ്ങ് വെസ്റ്റേൺ റെയിൽവേ ആവല്ല്, അല്ലെങ്കിൽ ഒരു നോർത്തേൺ റെയിൽവേ എന്നുള്ളൊരു പൊസിഷനിലേക്ക് പോവാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൊൽക്കത്തയും നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഞാൻ പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാ പേരും ആഗ്രഹിക്കുന്ന ഏതാണ്, നമ്മുടെ ട്രിവാൻഡ്രം, ചെന്നൈ, മുംബൈ.
ട്രിവാൻഡ്രം, ചെന്നൈ, മുംബൈ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം പഠിക്കാൻ ഓക്കെയാണ്, നമ്മൾ പഠിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇത്രയും കോമ്പറ്റീഷനിൽ കിടന്ന് മത്സരിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് വലിയ കട്ട് ഓഫ്, ചിലപ്പോൾ എല്ലാവരും അവിടെ കൊണ്ട് വയ്ക്കുന്നത് കൊണ്ട് ഇവിടെയൊക്കെ എന്താണ് കുറച്ച് കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ കട്ട് ഓഫ് എടുത്ത് നോക്കുമ്പോൾ അറിയാം, അന്ന് ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ അത്യാവശ്യം നല്ല കട്ട് ഓഫ് ആയിരുന്നു, സെക്കന്ദരാബാദ് ഉൾപ്പെടെ നല്ല കട്ട് ഓഫ് ആണ് വന്നത്. പക്ഷെ അതേസമയം ട്രിവാൻഡ്രത്തിനൊക്കെ ഏകദേശം 57, 58 റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നത്. അവിടെ 60 സംതിങ് വന്നപ്പോൾ ഇവിടെ 50 വന്നോളൂ. അപ്പം അങ്ങനെ ഒരു കോമ്പറ്റീഷൻ കുറഞ്ഞു കിട്ടും, ഇത്രയും വാക്കൻസി കുറഞ്ഞു വന്നതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് അത്രയും ധൈര്യമുണ്ട്, ഞാൻ ഇവിടെ എഴുതിയ എന്തായാലും മേടിക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ട്രിവാൻഡ്രം 148 വാക്കൻസിയാണ് വിളിച്ചത്. പക്ഷെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് URന് 55, നമ്മുടെ 15 വാക്കൻസി ഇവിടെ എന്താണ് STക്കാണ്. ഇവിടെ SCക്ക് 25 വാക്കൻസി, OBCക്ക് 32 വാക്കൻസി, 21 വാക്കൻസി വന്നിരിക്കുന്നത് ആർക്കാണ്? EWS കാറ്റഗറിക്കാണ്. EWS ഇത് എക്സ് സർവീസ്മാൻ്റെ ആണ്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആകെ നിങ്ങൾ ഈ പറയുന്ന പോലെ EWS കാൻഡിഡേറ്റ്സിന് 21 വാക്കൻസിയേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വയ്ക്കേണ്ട. നിങ്ങൾ ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് തോന്നുക. ഒരുപാട് പേരുടെ കൂടെ ചേർന്നിട്ട് ഹൈ കട്ട് ഓഫ് വന്ന് അവരെ കൂടെ എന്ന് പഠിക്കണോ, അത് ഈ ഒരു ചാൻസിൽ മത്സരിക്കണോ? ഈ ചാൻസിൽ എന്തായാലും നമ്മുടെ കട്ട് ഓഫ് എന്താണ് നല്ലൊരു മാർക്ക് മേടിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സോണാണ് വയ്ക്കുന്നതെന്നുള്ളത് നമുക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന ചെന്നൈ ആയാലും 362 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്, 362 വാക്കൻസി ഉണ്ട്. അതിൽ OBCക്ക് 73, UR കാറ്റഗറിക്ക് 155 വയ്ക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ എപ്പോഴും ചെന്നൈ വയ്ക്കാറുണ്ട്. ചെന്നൈയിൽ അത്യാവശ്യം എന്താണ് കട്ട് ഓഫും ഉണ്ടായിരിക്കും. കാരണം ചെന്നൈ എപ്പോഴും എല്ലാവരും ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മുംബൈയിൽ എന്താണ് ഇതേപോലത്തെ ഒരു അവസ്ഥയാണ്. മുംബൈക്ക് എന്താണ് ഈ പറയുന്ന എന്തുണ്ട്, സെൻട്രൽ റെയിൽവേയും ഉണ്ട്, വെസ്റ്റേൺ റെയിൽവേ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സെൻട്രൽ റെയിൽവേയുടെ മുംബൈ ഓപ്ഷൻ കൊടുക്കാം. 376 ഈ ചെന്നൈ വയ്ക്കുന്ന ഒരാൾക്ക് മുംബൈയിൽ ഈ സൗത്ത് സെൻട്രൽ റെയിൽവേയും വയ്ക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുകയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്കണം എന്താണ് URൻ്റെ എന്താണ് ഈ പറയുന്ന പോലെ വാക്കൻസീസ് അപ്ഡേറ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ചിലപ്പോൾ ഇതെന്ത് ചെയ്യും, ഇനി അടുത്ത പ്രാവശ്യം ഇത് അഥവാ കൂടുതൽ വല്ലതും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിനൊക്കെ ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ആ സോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ അവസരം വരുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ആ ഒരു റിസ്ക് മനസ്സിലാക്കി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മുംബൈ വയ്ക്കണോ, ചെന്നൈ വയ്ക്കണോ, ട്രിവാൻഡ്രം വയ്ക്കണോ, ഇതെന്താണ് അത്യാവശ്യം കോമ്പറ്റീഷൻ എന്താണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നമ്മളൊരു ഭാഗ്യ പരീക്ഷണം പോലെയാണ്, നമ്മൾ വച്ചാൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതേസമയം മറ്റടുത്താണെങ്കിൽ നമുക്ക് എന്താണ് അത്യാവശ്യം നമ്മൾ കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. കാരണം വാക്കൻസി കൂടുതലാണെങ്കിലും കട്ട് ഓഫ് ഉയർന്ന് ഇതിവിടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. കൊൽക്കത്ത ആയാലും റാഞ്ചി ആയാലും സെക്കന്ദരാബാദ് കുറച്ച് ദൂരെയാണെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കുക, നന്നായിട്ട് തന്നെ ആലോചിക്കുക. ഇങ്ങനെയുള്ള ഒരു ഹൈ കട്ട് ഓഫ് ഏരിയയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ജോലി ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോൺ അനാലിസിസ് കൊടുത്ത് മനസ്സിലാക്കി അവിടെ വയ്ക്കണോ, അതോ നമുക്ക് അത്യാവശ്യം അടുത്തുള്ള ഏരിയയിൽ അത്യാവശ്യം ഞാൻ നന്നായിട്ട് പഠിച്ച് ഞാൻ ആ ഒരു ലിസ്റ്റിൽ കയറും എന്നുള്ള ഉറപ്പോടെ നിങ്ങൾക്ക് നിൽക്കണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സോൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ 6 സ്ഥലങ്ങളെ നമ്മൾ എടുത്തിട്ടുള്ളൂ. 6 സ്ഥലം എടുക്കാൻ കാരണം ഇത് മാത്രമേ ശരിക്കും പറഞ്ഞാൽ നല്ല ചോയ്സസ് ആയിട്ട് ഉള്ളൂ. ആ ചോയ്സ് നിങ്ങൾ ഈ 6 എണ്ണത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഫിൽട്ടർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണെന്ന് ബെറ്റർ എന്ന് നോക്കാനുള്ളതാണ്. അല്ലാതെ വേറെ ഏതൊരു സ്ഥലം നോക്കിയാലും നമുക്ക് വാക്കൻസി കുറവാണ്. വാക്കൻസി നമുക്ക് അത്യാവശ്യം കുറവാണ്. ഈ അഹമ്മദാബാദൊന്നും നമ്മൾ പോവില്ല, ഗുജറാത്ത് ഏരിയാസ് ആണ്, അവിടെ ഒന്നും നമ്മൾ പോകത്തില്ല. വെസ്റ്റേൺ റെയിൽവേ ഒന്നും നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റേൺ അല്ല, അജ്മീർ രാജസ്ഥാനാണ്, അവിടെയൊന്നും പോകാൻ നിങ്ങൾ ആരും താല്പര്യപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ് എവിടെയാണ് ടോട്ടൽ നല്ല വാക്കൻസി. അജ്മീറിൽ ഇപ്പോൾ കണ്ടോ 679 വാക്കൻസി ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം, റിസ്ക് എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതല്ല. പക്ഷേ ഈ പറയുന്ന ഒരു രീതിയിലുള്ള ഒരു സേഫ്റ്റി നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കുറച്ച് പ്ലേസസ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ഭുവനേശ്വറിന് 928 വാക്കൻസീസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാവുന്നതാണ് കേട്ടോ. ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതാണ്. എന്തായാലും ഞാൻ ഈ ഒരു അവയർനെസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഏതാണെന്ന് ബെറ്റർ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് മൈൻഡിൽ
അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഒന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ബിലാസ്പൂർ ഒന്നും നമുക്ക് പോകാൻ പറ്റാത്ത ഏരിയാസ് ആയതുകൊണ്ടാണ് ഞാൻ പറയാത്ത, കുറച്ച് റിമോട്ടഡ് ഏരിയാസ് ആണ്. അതാണ് വേറെ ഒരു സ്റ്റേറ്റും ഞാൻ എടുക്കാത്ത കേട്ടോ. ഗുവാഹട്ടി ഇതൊന്നും എടുക്കാത്തത് അതുകൊണ്ടാണ്. മാത്രമല്ല ഇവിടേക്ക് അത്യാവശ്യം നല്ല കട്ട് ഓഫും വരാറുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എടുത്തൊന്ന് അനലൈസ് ചെയ്ത് കൂടെ നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. അതിലേക്ക് എത്തുക, അതിലേക്ക് നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മാർക്ക് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കണം അല്ലേ. നിങ്ങൾ റെയിൽവേ ഒരു കൃത്യമായ രീതിയിൽ പഠിക്കാൻ, ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അകലെയല്ല. നിങ്ങൾക്ക് ഏത് സോൺ എടുത്താലും നിങ്ങൾക്ക് അതിൽ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു സോൺ നിങ്ങൾക്ക് പക്കയായിട്ട് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റെയിൽവേ ALP ടെക്നീഷ്യൻ്റെ ലൈവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഏപ്രിൽ 23-ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലേ നിങ്ങൾ ആ പറയുന്ന ഒരു സ്ഥലത്തിലേക്ക് എന്താണ് ഈ പറയുന്ന കട്ട് ഓഫ് മറികടക്കാൻ പറ്റുന്ന ഒരു സേഫ് സ്കോറിലേക്ക് നിങ്ങൾക്ക് എന്താ പറ്റുള്ളൂ, എത്താനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് സോൺസ് അല്ലെങ്കിൽ സേഫ് സോൺസുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സോണുകളിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ ആ പറയുന്ന രീതിയിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ പഠനത്തിൽ സഹായിക്കാൻ വേണ്ടിയായിട്ട് ദിശ അക്കാഡമി റെയിൽവേയുടെ ALP ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ തൃശ്ശൂർ, കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, കാലിക്കറ്റ് ബാച്ചിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ പറയുന്ന ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഡീറ്റെയിൽസ് കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സംശയത്തിൽ നിന്ന് വെച്ച് ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അതെങ്ങനെയാണെന്നുള്ളൊരു കാര്യം മാത്രമേ നിങ്ങൾ മുന്നോട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.